ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിന്ന് വാസലിനും അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റും മിക്സ് ചെയ്ത് ഉള്ള ഒരു ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സ്വല്പം വാസലിനും എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അതേ അളവിൽ തന്നെ ടൂത്ത് പേസ്റ്റും എടുക്കാം. ഇത്രയും വാസലിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ടിന്നിനകത്തോട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പേസ്റ്റും എടുക്കാം. അപ്പം വൈറ്റ് പേസ്റ്റായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപ്പ് കുറ്റി വിണ്ട് കീറുന്നതിനൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം രാത്രി കിടക്കാൻ നേരം ഇതേപോലെ ഉപ്പ് കുറ്റി വിണ്ട് കീറുമ്പോഴത്തേനും ഈ പേസ്റ്റും അതേപോലെ വാസലിനും കൂടെ മിക്സ് ചെയ്തത് നമ്മൾ പുരട്ടി കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ഇതേപോലെ 3-4 വട്ടം നമ്മൾ ഇടുമ്പോഴത്തേനും അത് മാറിക്കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കബോർഡ്, അതേപോലെ പാത്രം വെക്കുന്നതും ഗ്ലാസ് വെക്കുന്ന അലമാര, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പല്ലിയൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇതെല്ലാം ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടെ പല്ലിയോ അതേപോലെ തന്നെ പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് കൂട്ടുന്ന അലമാര, ഗ്ലാസ് വെക്കുന്നിടം അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുക. ഭാഗത്തൊന്നും പിന്നെ നമുക്ക് പല്ലിയൊന്നും വരത്തില്ല. അതുപോലെ ഇത് ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ടാപ്പൊക്കെ മങ്ങിയിട്ട് സ്റ്റീല് ആ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ട് പഴയതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് ഇതൊന്ന് തൊട്ട് കൊടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അറിയാം നല്ല ക്ലീനായിട്ട് കിട്ടും. അതേപോലെ തന്നെ കുട്ടികളുടെ ട്രോഫിയൊക്കെ ഉണ്ടെങ്കിലും അതും ഇതേപോലെ കളറൊക്കെ പോയിട്ട് ആ ഗോൾഡ് കളറൊക്കെ പോയിട്ട് മങ്ങിയിട്ടിരിക്കുന്നുണ്ടോ. അപ്പം അതിലും ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് പുതിയതുപോലെ തന്നെ നല്ല കളറായിട്ട് അത് വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് സാധനമാണേലും പിച്ചളയുടെ ഒക്കെ പഴകിയിട്ട് കളറൊക്കെ മങ്ങിയിരിക്കുകയാണെങ്കിൽ പിച്ചളയുടെ വിളക്കാണേലും എന്താണേലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല ഒരു തിളക്കം നമുക്ക് കിട്ടും. കണ്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ പിച്ചളയുടെ വിളക്ക് അതേപോലെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല കളറ് കിട്ടും. കണ്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മേടിച്ച അതേപോലെ തന്നെ പുതിയതുപോലെ തന്നെ നല്ലൊരു തിളക്കവും ആ ഗോൾഡ് കളർ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് പറ്റിയതാണിത്. അതേപോലെ തന്നെ പല്ലി പാറ്റ വരുന്ന ഇതിൻ്റെ സ്മെല്ല് അഴിച്ചിട്ട് ആ പല്ലി പാറ്റ ഒന്നും ആ ഭാഗത്തോട്ട് വരത്തില്ല നമ്മളൊന്ന് തൊട്ട് കൊടുത്താലും. അതേപോലെ ടാപ്പൊക്കെ ക്ലീനാക്കുന്നതിനും ഇതുപോലെ കണ്ണാടയൊക്കെ നമുക്ക് ക്ലീനാക്കുന്നതിനൊക്കെ ഈ ഒരു വാസലിനും ടൂത്ത് പേസ്റ്റും കൂടെ ചേരുമ്പോഴത്തേനും നല്ലൊരു തിളക്കം. ആ കണ്ണാടിയുടെ മങ്ങലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ണടയൊക്കെ തിളങ്ങിക്കിട്ടും. കണ്ടോ. അതേപോലെ തന്നെ മൊബൈലിൻ്റെ ഗ്ലാസ് ഒക്കെ തുടച്ചെടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തേപ്പ് പൊട്ടിയൊക്കെ പുതിയതുപോലെ ആക്കിയെടുക്കാം. ഇത് വെച്ചൊന്ന് ബ്രഷ് വെച്ച് പ്ലഗ് ഭാഗത്തും അതേപോലെ തന്നെ വൈറ്റ് കളറുള്ള ഭാഗത്തൊക്കെ ഇത് വെച്ച് തേച്ച് കൊടുക്കുമ്പം തന്നെ നല്ല പുതിയ തേപ്പ് പൊട്ടി കണക്കിരിക്കും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് നമ്മളൊന്ന് ക്ലീനാക്കി വെച്ചാൽ മതി. നമ്മൾ സാധാരണ തേപ്പ് പൊട്ടിയൊന്നും അങ്ങനെ ക്ലീനാക്കാറില്ല. നമ്മൾ തേച്ചിട്ട് മാറ്റി വയ്ക്കാറാണ്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചാൽ നമ്മളെപ്പോഴും തേപ്പ് പൊട്ടി നല്ല പുതിയതുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ ആ വള്ളി ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് റബ്ബർ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ആ വയറൊന്നും പൊട്ടിപ്പോകത്തില്ല. അതല്ല എങ്കിൽ നമുക്ക് വയറ് അവിടെ ആ ഭാഗത്തൊക്കെ പൊട്ടിയിട്ട് കറണ്ട് ലീക്കാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും. കണ്ടോ. ഇതേപോലെ ചുറ്റിയിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പ്ലഗിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ തേപ്പ് പൊട്ടിയുടെ ചുറ്റുഭാഗം എല്ലാം പുതിയതുപോലെ ആയിട്ടുണ്ട്. കണ്ടോ. നമ്മൾ എത്ര പഴക്കം ചെന്നതാണേലും നമുക്കിതേപോലെ
പുതിയതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വാസലിനും ടൂത്ത് പേസ്റ്റും കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൽ വയ്ക്കുന്ന കണ്ണട, അതും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ, ഇതിനകത്ത് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് അതൊന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. കണ്ണടയുടെ മങ്ങലൊക്കെ പോയിട്ട്, ഗ്ലാസിൻ്റെ മങ്ങലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.